ആൽക്കമി ഓഫ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഓഫർ സെയിലായിട്ടാണ് വന്നിരിക്കുന്നത്. റോസിൻ്റെ കോംബോയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. 5 റോസാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 5 റോസിന് 500 രൂപയാണ് വില. എല്ലാം വലിയ പ്ലാന്റ്സ് ആണ്, ചെറിയ പ്ലാന്റ്സ് ഒന്നുമില്ല. നല്ല കമ്പിന് കട്ടിയുള്ള നല്ല റോസുകളാണ് ഇപ്രാവശ്യം സെയിൽ ചെയ്യുന്നത്. ഹെൽത്തി ആയിട്ടുള്ള വലിയ റോസുകളാണ് സെയിൽ ചെയ്യുന്നത്. ഇത് ഫ്ലോറിബണ്ട റിച്ച് റെഡാണ്. ഫ്ലോറിബണ്ടയുടെ ഈ റോസ് നല്ല വലിയ റോസാണ്. ഇത് കണ്ടോ, താഴേക്ക് പോകുന്തോറും മൊട്ടുകളിങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് വന്നിട്ട് കൊല്ലകളായിട്ട് പൂക്കളുണ്ടാകുന്ന റോസാണ് ഫ്ലോറിബണ്ട റെഡ് റോസ്. എല്ലാ ഫ്ലോറിബണ്ടയ്ക്കും ഇതുപോലെ തന്നെ പൂക്കളുണ്ടാവും. ഒരു കൊലയിൽ ഒത്തിരി പൂക്കളുണ്ടാകുന്ന റോസിൻ്റെ വെറൈറ്റിയാണ് ഫ്ലോറിബണ്ട. അപ്പോൾ ഇത് കണ്ടോ, നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ബ്രാഞ്ചാണിത്. ഇത് നല്ല ഹെൽത്തി ആണെന്ന് കാണുന്നവർക്കറിയാം. ഇതേ വലിപ്പത്തിലുള്ള തൈകളാണ് നമ്മൾ ഫ്ലോറിബണ്ടയുടെ കൊടുക്കുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇലകൾ കാണുമ്പോഴേ അറിയാം പ്ലാന്റ് ഹെൽത്തി ആണെന്ന്. അതുപോലെ നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ. ചെറിയ പ്ലാന്റേ ഇല്ല, നല്ല വലിപ്പമുള്ള തണ്ടിന് കട്ടിയായ പ്ലാന്റ്സ് മാത്രമാണ് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 5 റോസാണ് വന്നിരിക്കുന്നത്. അതിനകത്ത് ആദ്യത്തേതാണ് നമ്മുടെ ഫ്ലോറിബണ്ട. വിരിഞ്ഞാലും ഇങ്ങനെ എതളുകൾ തീരത്തില്ലാത്തൊരു വെറൈറ്റിയാണ് ഫ്ലോറിബണ്ട റിച്ച് റെഡ്. നല്ല റെഡ് കളറാണ്, എത്ര ദൂരേന്ന് നമുക്ക് കാണാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. അടുത്ത വെറൈറ്റി വരുന്നത് ഈ ലോട്ടസ് കളറിലുള്ള റോസാണ്. നല്ല താമരപ്പൂ പോലത്തെ റോസാണ്. പക്ഷേ നല്ലതായിട്ട് എതളുകളുണ്ട്, ധാരാളം എതളുകൾ. അതുപോലെ തന്നെ വിരിഞ്ഞാലും തീരത്തില്ലാത്ത രീതിയിലുള്ള എതളുകളുള്ള റോസാണ്. വലിയ റോസപ്പൂവാണ്. നല്ലൊരു പിങ്ക് ഷെയ്ഡാണ്. ഒരു നമുക്ക് ഈ കാണുന്ന പോലെ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു നിറമാണിത്. എല്ലാവരും വന്നാൽ ആദ്യം എടുക്കുന്നൊരു റോസിന് ആണിത്. ലോട്ടസ് കളറിലുള്ള റോസ്. മാങ്കോയിലെ വെറൈറ്റിയിൽ ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഇലകളൊക്കെ ഉണ്ട്, പക്ഷേ അതിനേക്കാൾ കൂടുതൽ എതളുകളുണ്ട്, പെറ്റൽസ് കൂടുതലാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്, വലിയ പ്ലാന്റാണ് കേട്ടോ. ചെറിയ പ്ലാന്റൊന്നും കൊടുക്കുന്നില്ല. കാരണം ചെറിയ പ്ലാന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിടിക്കാൻ പാടാന്ന് എല്ലാവർക്കും അറിയാമല്ലോ. തണ്ടിന് കട്ടിയുള്ള പ്ലാന്റ്, പുതിയ ഷൂട്ടുകൾ ഉണ്ടാകുന്ന പ്ലാന്റുകളാണ് നമ്മളെപ്പോഴും സെയിലിന് കൊണ്ടുവരുന്നത്. ചെറിയ ഈ 1 ലിറ്റർ കവറിലുള്ള പ്ലാന്റ്സ് സെയിലിന് കൊടുക്കുന്നില്ല. വലിയ പ്ലാന്റുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. കാരണം തണ്ടിന് കട്ടിയുണ്ടെങ്കിലാണ് പുതിയ ബ്രാഞ്ചസ് ഉണ്ടായിട്ട് വരത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് വേരുകൾ പിടിച്ചിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പുതിയ പൂക്കൾ കിട്ടും. അതുകൊണ്ടാണ് വലിയ റോസുകൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് വെറൈറ്റി ഇതാണ് ടീ റോസ് വെറൈറ്റി പെട്ടത്. എനിക്കിനി ഐഡിയ കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷേ ടീ റോസ് വെറൈറ്റിയാണ്. ഈ ഓറഞ്ചിൽ യെല്ലോ ഷെയ്ഡാണ് വരുന്നത്. എതളുകൾ നല്ല യെല്ലോ ആയിരിക്കും, പക്ഷേ അതിൻ്റെ അറ്റത്തൂടി ഇങ്ങനെ ഒരു ഷെയ്ഡ് കൊടുത്ത പോലെ ഓറഞ്ച് കളർ കയറി വരുവാണ്. നമ്മൾ ഈ പടങ്ങളൊക്കെ വരയ്ക്കുമ്പോൾ ഷെയ്ഡ് കൊടുക്കൂലേ, അതുപോലെ ഓറഞ്ച് നിറം കയറി വരുന്ന റോസാണിത്. ഇത് വിരിഞ്ഞിട്ട് കുറച്ച് ദിവസം ആയതാണ് കേട്ടോ. വിരിഞ്ഞ് വരുമ്പം വേറൊരു ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ്, ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. മൊട്ടുകൾ നിൽക്കുന്നത് തന്നെ വിരിഞ്ഞ് തുടങ്ങുമ്പോൾ. അടുത്ത വെറൈറ്റി നമ്മുടെ ക്രിക്കറി റോസാണ്. പീച്ച് ക്രിക്കറി റോസാണ്. ക്രിക്കറി റോസിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയ്ക്കും ബെഞ്ചസ് ആയിട്ടാണ് പൂക്കളുണ്ടാകുന്നത്. ഇപ്പോൾ ഈ ഞാൻ കാണിച്ച റോസുകളെല്ലാം തന്നെ ഒന്നിച്ച് കൊലകളായിട്ട് പൂക്കളുണ്ടാകുന്നതാണ് കേട്ടോ. ഒറ്റയ്ക്കുള്ള പൂക്കളല്ല, കൊലകളായിട്ട് പൂക്കളുണ്ടാകുന്ന റോസുകളാണ്. അപ്പോൾ ക്രിക്കറി റോസ് ഇലകൾ കാണുമ്പോഴേ അറിയാം നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇവയെല്ലാം കാണുമ്പോഴേ അറിയാം. ഇലകൾ കാണുമ്പോൾ നല്ലൊരു റെഡ് ഷെയ്ഡ് വന്നിട്ടുണ്ട്. നല്ല ഗ്രീൻ കളറിൽ റെഡ് ഷെയ്ഡ് വന്നിട്ടുള്ള ഇലകളാണ് റോസിനെങ്കിൽ അത് നല്ല ഹെൽത്തി ആയിരിക്കും ആ പ്ലാന്റ്. അതുപോലെ തന്നെ വലിയ റോസ് പ്ലാന്റുകളാണ്. നല്ല ബുഷി ആയിട്ടുള്ള റോസ് പ്ലാന്റാണ് നമ്മൾ ഈ ക്രിക്കറി റോസിൻ്റെ കൊടുക്കുന്നത് കേട്ടോ. എല്ലാം തന്നെ വലിയ റോസുകളാണ്. ക്രിക്കറി റോസ് നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും നന്നായിട്ട് പിടിക്കുന്ന ഒന്നാണ്. ഒരു അസുഖവും അതിനെ ബാധിച്ച് കണ്ടിട്ടില്ല. മുരടിപ്പൊന്നും അങ്ങനെ അതിനെ കണ്ടിട്ടേ ഇല്ല. യാതൊരു അസുഖവും ബാധിക്കാതെ അതുപോലെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്നൊരു പ്ലാന്റാണ് ക്രിക്കറി റോസ്. നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ഇതാണ്. ഇത് റൂബിയുടെ ഒരു വെറൈറ്റിയാണ്. റൂബി റെഡ്, റൂബി ഓറഞ്ച് കഴിഞ്ഞാൽ അടുത്ത വരുന്നൊരു വെറൈറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്. കാരണം ഇതിൻ്റെ മൊട്ടുകൾ കാണുന്നത് എപ്പോഴും റൂബി റെഡിൻ്റെ ആ മൊട്ടുകൾ നിൽക്കുന്ന പോലെയാണ് വിരിഞ്ഞ് വരുമ്പോൾ നിൽക്കുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഐഡിയ അറിയില്ല, പക്ഷേ റൂബി റെഡിൻ്റെ റൂബിയുടെ ഒരു വെറൈറ്റി ആയിട്ടാണ് കണ്ടിട്ട് എനിക്ക് തോന്നിയത്. അപ്പം ഒരു വൈറ്റയിൽ ഒരു റോസ് കളർ ഷെയ്ഡ് കൊടുത്തേക്കുന്ന പോലെയാണ് പൂക്കൾ നിൽക്കുന്നത്. വലിയ പ്ലാന്റാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ബെഞ്ചസ് ആയിട്ടാണ് പൂക്കൾ പിടിക്കുന്നത്. ഇതുപോലെ
ഒത്തിരി പൂക്കളുണ്ടാവും, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതുപോലെ തന്നെ വലിപ്പമുള്ള പ്ലാന്റ്സാണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ആരും വലിയ പ്ലാന്റ്സ് കാണിക്കാവോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിനകത്ത് കാണിക്കുന്ന അതേ വലിപ്പത്തിലുള്ള പ്ലാന്റ്സാണ് കൊടുക്കുന്നത്. ഇതാ നമ്മുടെ പീസ് ആൻഡ് ലവ്. ഈ കോംബോയിൽ നെക്സ്റ്റ് വെറൈറ്റി ആയിട്ട് വരുന്ന പീസ് ആൻഡ് ലവ് ആണ്. അപ്പോൾ ഞാൻ കൂടുതൽ റോസുകൾ കാണിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 5 എണ്ണമാണ് സെലക്ട് ചെയ്യേണ്ടത്. 5 എണ്ണത്തിനാണ് 500 രൂപയ്ക്ക് കൊടുക്കുന്നത്. ഇത് മാംഗോ യെല്ലോ ആണ്. അപ്പം മാംഗോ യെല്ലോയും വേണ്ടവർ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പം ഇത് മാംഗോ യെല്ലോയോ പീസ് ആൻഡ് ലവോ ഇഷ്ടമുള്ളത് ഉൾപ്പെടുത്താം കേട്ടോ. പീസ് ആൻഡ് ലവിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ ഒരു 7-8 വെറൈറ്റിയോളം നമ്മളിതിനകത്ത് കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഇഷ്ടമുള്ള 5 വെറൈറ്റി നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി. കാരണം ചിലർക്ക് ചിലതെല്ലാം കയ്യിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ അതല്ല, ഇതിനകത്തൊന്നും ഉൾപ്പെടാത്ത വെറൈറ്റികൾ വേണമെന്നുള്ളവർ വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. ഇതേ റേറ്റിൽ വേറെ റോസുകൾ വേണ്ടവർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതിയേ. പീസ് ആൻഡ് ലവ് തന്നെയാണ് വീണ്ടും കാണിക്കുന്നത് കേട്ടോ. പൂക്കളുണ്ടായി നിൽക്കുന്നത് കാണിച്ചതേ ഉള്ളൂ. ഇതുപോലെ ബെഞ്ചസ് ആയിട്ടാണ് പീസ് ആൻഡ് ലവിൻ്റെ പൂക്കളുണ്ടാകുന്നത്. വളരെ ഭംഗിയായിട്ടുള്ള റോസാണ് പീസ് ആൻഡ് ലവ്. നല്ല ഹെൽത്തി പ്ലാന്റാണ് മാംഗോ യെല്ലോയും പീസ് ആൻഡ് ലവും കൊടുക്കുന്നത്. എക്സ്ട്രാ വെച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം കാരണം ആദ്യത്തെ 5 റോസ് ഇഷ്ടപ്പെടാത്തവർ അല്ലെങ്കിൽ അത് കയ്യിലുള്ളവർ ഇത് മറ്റ് റോസുകൾ ഉൾപ്പെടുത്തണമെങ്കിലോ എന്നോർത്താണ് എക്സ്ട്രാ റോസുകൾ വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് റെഡ് പിനോക്കിയോ ആണ്. അപ്പം ഇതിലേതെങ്കിലും 5 വെറൈറ്റിയാണ് ഉൾപ്പെടുത്തേണ്ടത്. ഈ 5 വെറൈറ്റിയും കൂടെ 500 രൂപയാണ് കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്